ഈ ഇൻസ്റ്റയിലേക്ക് വേണ്ടി ഇടുന്നതിന് മുമ്പ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്തിട്ട് ഇത് സുഹൃത്തുക്കൾക്കിടയിലൊക്കെ കാണിക്കുമായിരുന്നിരിക്കും. അങ്ങനെയല്ലേ ഇത് വളർന്നു വരിക? കോമഡി ഉത്സവം കോമഡി ഉത്സവത്തിലാണ് ആദ്യം വന്നത്. അതിനു മുമ്പേ ഞാൻ സ്കൂൾ കലോത്സവം കൊച്ചിലെ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മിമിക്രി സ്കൂൾ കലോത്സവത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചുമ്മാ, അന്നൊന്നും വലിയ സംഭവമൊന്നുമില്ലല്ലോ, നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ സൗണ്ട് കാണിക്കുമ്പോൾ കൊള്ള അടിപൊളി ഇങ്ങനെയൊക്കെ പറയൂല, പെർഫെക്ഷൻ അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചുമ്മാ അന്നോട്ടേ ഓരോന്നൊക്കെ ചെയ്യും ഞാൻ. ഓരോരുത്തരൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ ഓരോന്ന് കാണുമ്പോഴത്തേക്ക് അത് വേതാളം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ശബ്ദം ആദ്യമായിട്ട് ചെയ്തത്, അങ്ങനെയൊക്കെ കുറെ സ്കൂളില് അങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുറെ വോയിസ് ഒക്കെ ചെയ്തു. പിന്നെ ഇങ്ങനെ കോമഡി ഉത്സവത്തിന്റെ ഓഡിഷൻ വരുമ്പോഴാണ് അന്ന് മറന്ന് ബാക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഒന്ന് പൊടി തെറ്റി എടുത്തിട്ട് ഓഡിഷനൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് കളയാം എന്നുള്ള രീതിയിൽ പോയപ്പം കുറച്ച് ഗായകരുടെ ഒക്കെ സംഭവമാണ് ചെയ്തത്, പാട്ടൊക്കെയാണ് ചെയ്തത് അന്ന്. പാട്ട് എന്നാ കേക്കട്ടെ, കൊല്ലും ആൾക്കാര് ഇനി പാടിയ അതന്ന് അതെ 7 വർഷമായി 7 വർഷങ്ങൾ മറന്നുകളെ അന്ന്. അപ്പൊ ഒഴിച്ച് സെലക്ട് ആയി. അപ്പോഴാണ് ഞാൻ പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ മിമിക്രി കാണിക്കാറുണ്ട്. ചേട്ടൻ കാണിക്കണം. അതെ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ. പാട്ട് പാടുന്ന കണ്ടിട്ടില്ലേ ഞാൻ? അത് ശരിക്കും മിമിക്രിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ മമ്മൂക്കയുടെ ശബ്ദം നമ്മൾ അനുകരിക്കുമ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ മമ്മൂക്കയുടെ ഒരു മീറ്റർ നോക്കും. ഇപ്പൊ നമ്മൾ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് നീ ഒന്ന് കരണത്തടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന മോഡുലേഷൻ പഠിക്കും. അപ്പൊ ദാസാറിന്റെ ശബ്ദം അനുകരിക്കണം എന്ത് ചെയ്യണം? ദാസാറിന്റെ പാട്ട് അനുകരിക്കണം. സിമ്പിൾ. അത് മിമിക്രിയാണ്. പാട്ടറിഞ്ഞിട്ടല്ല. അതേപോലെ നിങ്ങക്ക് പാട്ടറിയാം, പാട്ടൊക്കെ അറിയാം, എന്നാലും ഇപ്പൊ വേറെ ഒരു ഇതിലോട്ട് ട്രാക്കിലോട്ട് മാറി. അങ്ങനെ ഞാൻ സ്റ്റേജിൽ എന്തായിരുന്നു കോമഡി ഉത്സവത്തിൽ കാണിച്ചത്? അത് ഫസ്റ്റ് ചെയ്യുന്നത് പോട്ട് ഡബിങ് ആണ്. ഫസ്റ്റ് ചെയ്യുന്ന അന്നാണ് അനുരാഗ കരിക്കും വെള്ളം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്, രജിഷ വിജയന്റെ. അന്ന് പുള്ളിക്കാരി പുതിയതായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഹിറ്റായി നിൽക്കുന്നു. അപ്പൊ അതിലൊരു സീൻ സ്പോട്ട് ഡബിങ് ആയിട്ടാ ചെയ്തത്. ആരും എടുത്തിട്ടില്ല പുള്ളിക്കാരിയുടെ ശബ്ദം, ഫസ്റ്റ് ഞാനായിട്ട് എടുക്കുന്നതും. അങ്ങനെ പോയി ചെയ്ത്. പെമ്പിള്ളേരെ അധികം അനുകരിക്കുന്ന പരിപാടി ഇല്ല, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ കുറെ പേര് അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. രജിഷയുടെ ഇത്രയും കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഈ റിലീജിയന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പെട്ടെന്ന് അവിടെ കയറി വരുന്നേ. എന്ത് പറഞ്ഞാലും ഞാൻ, എന്റെ ഫ്രണ്ട്സ്, എന്റെ ലൈഫ്, ഞാൻ വൈറസ് സെൽഫിഷ് അബി താലേ ഫക്രു താനൊക്കെ പുഴുത്ത് ചവിട ദ്രോഹി. അടിപൊളി. വേറൊരു സിനിമയില് വേറൊരു രീതിയിലാണ് അതൊന്നും പറയാം. വെറുതെ തർക്കിച്ച് ജയിക്കാൻ, എന്നെ ഹേർട്ട് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച അനുഭവം എന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. അതൊന്നും നിനക്കറിയില്ല, അതുകൊണ്ട് മര്യാദക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല, എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞ സംസാരിച്ചിട്ട് പോക്കോ, നീ പറ അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. രസമുണ്ട് കേട്ടോ, മറ്റേതിനേക്കാളും രസമുണ്ട്. അത് അനുരാഗ കരിക്കും വെള്ളത്തില്. ഈ ചെറിയ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ചെടുക്കണം? ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ എന്താ? ടെക്നിക്ക് പറ, ഞങ്ങളും പഠിക്കട്ടെ. ടെക്നിക്കൊന്നും ഇല്ല, ആരെങ്കിലും കാണുമ്പോ ചുമ്മാ ഒക്കെ ചെയ്ത് നോക്കിയിട്ട്. ഫ്രണ്ട് ഉണ്ട്, അവളടുത്ത് കാണിച്ചു, കൊള്ളാമോ ശരിയായോ എന്നൊക്കെ ചോദിക്കുമ്പോ കുഴപ്പമില്ല ഓക്കെയാണ് എന്നൊക്കെ പറയും. ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തത് കിട്ടും എന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്നാ ചെയ്യാം. അയ്യോ ഇത് പോരാ കേട്ടോ, ശരിയാവുന്നില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിടും, പോട്ടെ ഇങ്ങനെ വിചാരിക്കും. അപ്പൊ ഇങ്ങനെ എടുക്കുന്നതൊക്കെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതെല്ലാം അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും ഉണ്ട്. എവിടെയെങ്കിലും പോയിട്ട് അബദ്ധം പറ്റിയിട്ടില്ല? ഭാമയെ കാണിക്കുമ്പോഴത്തേക്ക് ഇത് ചിന്താചരമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടില്ല? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ചില സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ഈ തൊണ്ട ഡ്രൈ ആയിട്ടൊക്കെ ചിലപ്പം ശബ്ദം ചെറുതായിട്ടൊരു പ്രശ്നം വരാറുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കും, അന്ന് കാണിച്ചത്ര പെർഫെക്ഷൻ വന്നില്ല, എന്തു പറ്റി എന്നൊക്കെ ചോദിക്കും. എനിക്കാണെങ്കിൽ ഈ ഇടയ്ക്ക് മിക്കപ്പോഴും ഈ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, തൊണ്ടയ്ക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ഒക്കെ ഈ പ്രോഗ്രാമിൽ വിളിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ പനി പിടിച്ച ശബ്ദമായിരിക്കും അവിടെ കേൾക്കുന്നത്. ചിന്താ ജെറോമിനും ഭാവനയ്ക്കും ഒക്കെ പനി വന്ന ശബ്ദം. പക്ഷെ എന്നാലും അത്ര അങ്ങനെ പ്രശ്നമാണെങ്കിൽ പോവില്ല. ഈ ഭാവനയുടെ വോയിസ് മുൻപും പലരും അനുകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭാവനയുടെ ഒരു വോയിസ് മാത്രമേ അനുകരിക്കുള്ളൂ? ഹൈ മോഡുലേഷനിൽ സംസാരിക്കുന്നതാണ് അനുകരിക്കുന്നത്? അല്ല, ഈ പഴയ കാല ശബ്ദമാണ് ചെയ്യുന്നത്, പഴയ സിനിമയിലുള്ളത് അന്ന സമയത്തുള്ളത്. അതാണ് കൂടുതൽ പേര് അനുകരിക്കുന്നത്. കാര്യം പെട്ടെന്ന് ആൾക്കാർക്ക് രജിസ്റ്റർ ആയിട്ടുള്ളത് അതാ. ഫിലിപ്പോ സെങ്കിളോ ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ പത്മ അനിയത്തിയാ, കുഞ്ഞാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. ഇനി ഈ കാലഘട്ടത്തിലും കൂടെ പഠിക്കണം കേട്ടോ. പഠിക്കണം. കുറച്ച് കടുപ്പമുള്ള ശബ്ദമുള്ള പുരുഷന്മാര് ഒക്കെ അനുകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ശ്രമിക്കുന്നതാണ്. അത് ഞാൻ ഇന്നാളുടെ ശബ്ദമാണ് അനുകരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്നെ ചീത്ത വിളിക്കും. അവരെ ഞാൻ ട്രൈ ചെയ്യാണ്.
അടുത്ത പ്രാവശ്യം കാണുമ്പോ എന്നെ അനുകരിക്കില്ലേ? തീർച്ചയായും ഞാൻ പഠിക്കും. അതെ 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 പഠിച്ചിട്ട് എന്നുവെച്ചാൽ അതുപോലല്ല, ഒരു ഫീമെയില് മെയിലിന്റെ വോയിസ് എടുത്താലും ഒരു മെയില് ഫീമെയിലിന്റെ വോയിസ് എടുത്താലും ഭയങ്കര പ്രയാസമാണ്, അത്ര ഈസി ഒന്നുമല്ല. പക്ഷെ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ ഈ കുറെ വോയിസ് നല്ലത് ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് ഇവരെ ചെയ്യുമ്പോഴത്തേക്കോ അതങ്ങോട്ട് അത്ര പറ്റിയില്ല കേട്ടോ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഏകദേശം ഞാൻ പറയണത് വിനയ് ഫോർട്ട് ചേട്ടൻ്റെ വോയിസ് ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ശ്രമിച്ച് ചെയ്യാണ്. ചേട്ടന് ഇഷ്ടമാണ്. ആ ചേട്ടൻ എന്നെ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പ്രീതിമ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാണുന്ന ആൾക്കാർ പറയും വേറെ പണിയില്ലേ പുള്ളിയുടെ എന്തിനാ എടുക്കാൻ പ്രേമമെന്ന സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ചെയ്ത സിനിമകളൊക്കെ ഹിറ്റായിരുന്നെങ്കിലും പ്രേമത്തെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഒരു വളർന്നു വരുന്നത്. ഇത് അപ്പം മറ്റതൊക്കെ ഇതേപോലെ ആയിരിക്കും വളർന്നു വന്നിട്ടുണ്ടാവില്ല. അതൊരു പെർഫെക്ഷനിലേക്ക് എത്താൻ കുറെ പ്രാക്ടീസ് വേണം. ഈ ഷോസ് ഒക്കെ ഇപ്പൊ എവിടെയൊക്കെ കിട്ടി തുടങ്ങി? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? അത്യാവശ്യം സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ മെഗാ ഷോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പാട്ടിന്റെ പരിപാടി നമ്മൾ ചെയ്തില്ല. ഭൂലോക സൃഷ്ടിച്ച വേറെ. പക്ഷെ ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് സുഖിക്കൂല മറ്റേ BGM ഇല്ലാതെ കേൾക്കുമ്പോഴേ. അതാണ് ഒരു പ്രശ്നം. ഞാനിപ്പോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ അതിന്റെ കരോക്കെ ഇട്ടിട്ട് അതിന്റെ കൂടെയാണല്ലോ പാടുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ ഇടണം. നമ്മുടെ പീലിംഗ് സോങ് ഷാനി ചേച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനങ്ങൾ പറയുന്നത് മല്ലിക ബാണന്റെ അമ്പുകളിൽ തുടങ്ങാനാണ്. ഓക്കെ ശരി. ആരണ്ടി കൊസാരി, ഏതണ്ടി കൊസാരി, പൗൻ തക്കുവ, പതണ്ടി കൊസാരി. നല്ലൊരു കട്ടിയുള്ളൊരു വാക്കാണ്. പടികൊണ്ട ഓസാരി, മെലികൊണ്ട ഓസാരി, ഏമിത്തി സൊക്ക കൂസണ്ട ഓസാരി, അങ്ങനെ എന്തോ ആണ്. അത് തന്നെ. ഏള് നോക്കുന്നുണ്ട് ഓസാരി ഓസാരി, ആ കാല് നോക്കുന്നുണ്ട് ഓസാരി ഓസാരി, നൂവ് പക്കനുണ്ട് പ്രേതൻ കേസാരി. അപ്പൊ ഞാൻ പാടുകയാണേ. വച്ചുണ്ടായി ഫീലിങ്സോ, വെച്ച് വെച്ച് ചെമ്പേസുണ്ടായി ഫീലിങ്സോ. കുറച്ച് പണിയെടുക്കണമല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോ ഈസി ആയിട്ട് ഇവിടെ കസരയിൽ നിന്ന് കേൾക്കും. നിങ്ങൾ പക്ഷെ നന്നായിട്ട് പണിയെടുത്തിട്ടാണ് വരുന്നത്. ഈ കാര്യം കുറച്ചുകൂടെ പെർഫെക്ഷനിലേക്ക് പോവാൻ സമയക്കുറവുള്ളത് എന്തൊക്കെ ജോലി ചെയ്യുന്നതാണ്? ഡബ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ കുറെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു മിമിക്രിക്കാരി ഉയർന്നു വന്നു. അങ്ങനെയാണ്. അപ്പൊ കുറച്ചുകൂടെ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണോ ഇനി? കൂടുതൽ വെറൈറ്റി ആയിട്ട് ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഒക്കെ കിട്ടുന്നത് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ബൊഗൈൻ വില്ലയുടെ അത് നല്ലതായിരുന്നു. പിന്നെ ഒരു ഫോൺ പേ മമ്മൂക്ക പറയുന്ന സംഭവം വേറെ താരങ്ങൾ ചെയ്താൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ പറയോ ചേട്ടൻ നന്ദി ഉണ്ടെന്ന്? ദയവായി എന്നെ ട്രോളാൻ വിട്ടുകൊടുക്കരുത്. ഇല്ലില്ല. ഓക്കെ. താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ഒരു 10,000 രൂപ, ഒരു 1,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നന്ദി. ₹10 റിസീവ്ഡ് ഓൺ ഫോൺ പേ, താങ്ക് യു. QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല. ദയവായി സ്കാൻ ചെയ്തതിന് ശേഷം ക്യാഷുകൾ ഇടൂ. ഞാൻ പത്മ, 50 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. ഇനി പറഞ്ഞോട്ടോ. താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം. എന്തായാലും മൊത്തത്തിലൊരു പൊളിപ്പരിപാടിയാണ്. രസമായിട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ എനിക്ക് ഇത്രയും സമയം ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ നാഗസൈരന്തിരിയുടെ ആ വോയിസ് മാത്രമേ ചെയ്യുള്ളൂ, വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമോ? വേറെ ചെയ്ത് കഴിഞ്ഞാൽ ആണോ? ഇഷ്ടം കൊണ്ട് ചോദിച്ചതാണ്. അല്ല, ഇപ്പൊ നാഗചേച്ചിയുടെ കുറെ മോട്ടിവേഷൻസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ അതൊക്കെ നോക്കണം, പഠിച്ചു വെക്കണം. ഇതാണല്ലോ ഭയങ്കര ആൾക്കാരുടെ മനസ്സിൽ അയ്യാ പാകല്ലേ, ഇതെല്ലാവർക്കും അറിയാം. ഞങ്ങളും പറയാറുണ്ട്. പക്ഷെ പ്രീതിമയുടെ മുമ്പിൽ ഇരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ക്യാമറ ഉള്ളതുകൊണ്ട്. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ശരി ശരി, അത് കേട്ടിട്ട് ഇന്ന് പോന്നോള്. അപ്പോ തുടര് പൊളിക്ക്. ഒരു മഹേഷ് കുഞ്ഞുമോന്റെ സ്പേസിലേക്കൊക്കെ എത്ത്, അടിച്ചു പൊളിക്ക്. താങ്ക് യു. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.